നമസ്കാരം. ചില മരണ വാർത്തകൾ നമ്മളെ വല്ലാതെ പിടിച്ചുലയ്ക്കുവാനായിട്ട് ഇടയായിത്തീരും. ചില ആഴ്ചകൾക്ക് മുമ്പ് വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ എത്രയോ കുടുംബങ്ങളാണ് അവിടെ മരണപ്പെടുവാനിടയായി തീർന്നത്. എന്നാൽ അത്തരത്തിൽ കുടുംബത്തിലുള്ള 9 അംഗങ്ങൾ മരിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വീണ്ടും മറ്റൊരു ദുരന്തം കൂടെ കടന്നു വരുമ്പോൾ അതുണ്ടാക്കുന്ന വേദനയുടെ തീവ്രത, അതിൻ്റെ ആഴം എത്ര വലുതായിരിക്കുമെന്ന് നമ്മൾ ഓർക്കണം. ഈ കഴിഞ്ഞ ദിവസമാണല്ലോ വയനാട് ഉരുൾപൊട്ടലിൽ ഒട്ടവരെ നഷ്ടപ്പെട്ട ആ ഒരു കുടുംബത്തിൻ്റെ ഭാഗമായ ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പ്രതിസുത വരൻ ജെൻസൺ മരണപ്പെടുവാനായിട്ടിടയായി. പെട്ടെന്നുണ്ടായ ഒരു വാഹന അപകടത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. എന്നാൽ ഈ ജെൻസൺ മരിക്കുന്നതിന് ചില സമയങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് ശ്രദ്ധയിൽപ്പെടുവാനായിരുന്നു. വളരെ കരളലിയിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. ഇനിയുള്ള കാലം ഞാൻ അവൾക്ക് വേണ്ടി ജീവിക്കും. ഇനി എൻ്റെ കാര്യവും പറയാൻ പറ്റില്ലല്ലോ. എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും കയറി കിടക്കാനുള്ള ഒരു വീട് അവൾക്ക് വേണം, ഇവൾക്ക് ജീവിക്കാനുള്ള ഒരു ജോലിയും വേണം എന്ന ഒരു പ്രസ്താവന. അതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങളൊക്കെ പലതും കണ്ട് തരം പറ്റിയുള്ള ഒരു പ്രസ്താവനയായി പോയി എന്നുള്ളതാണ്. എന്തു തന്നെയായിരുന്നാലും വളരെ തീവ്രമായ ദുഃഖസാഗരത്തിലൂടെ കടന്നുപോയ ശ്രുതിയുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന മറ്റൊരു വേർപാട് അത് വലിയൊരു വേദനയായി മാറിയിരിക്കുകയാണ്. കുടുംബത്തിലുള്ള 9 പേര് ഒരുപോലെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലെ വേദനയുടെ ആഴം എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കാരണം ഒരു കുടുംബത്തിൽ ഒരാൾ മരിച്ചു എന്ന് പറയുന്നത് പോലും താങ്ങാനായിട്ട് പലപ്പോഴും കഴിയാറില്ല. അങ്ങനെ എനിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ദുഃഖത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവൾക്ക് കയറി കിടക്കാനൊരു കിടപ്പാടം ഉണ്ടാവണമെന്ന് ജെൻസനും ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇവർ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിലിടിച്ചാണ് ഇവർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുകയും അങ്ങനെ പെട്ടെന്ന് തന്നെ ചികിത്സ ലഭ്യമാക്കിയെങ്കിലും രക്ഷപ്പെടുത്തുവാനായിട്ട് സാധിച്ചില്ല. ഒരു വല്ലാത്ത വേദനയുടെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പലപ്പോഴും ആശ്വസിപ്പിക്കേണ്ടവർ ആശ്വസിപ്പിക്കുവാനായിട്ട് ഒരു വശത്ത് ശ്രമിക്കുമ്പോൾ എങ്ങനെ ആശ്വാസം കണ്ടെത്തണമെന്ന് അതിനകത്ത് വീണ അല്ലെങ്കിൽ ആ പ്രതിസന്ധിയിൽ അകപ്പെട്ട ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തുടരെ ഉണ്ടാകുന്ന പല പ്രതിസന്ധികൾ അവരെ വലിയ ആഘാതത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. എല്ലാവർക്കും ഒന്നും ഇത് താങ്ങാൻ കഴിയണമെന്നില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഒരു അംഗത്തിൻ്റെ നഷ്ടം അല്ലെങ്കിൽ വേർപാട് തന്നെ താങ്ങാൻ കഴിയാതിരിക്കുന്ന കാലത്ത് 9 പേര് അല്ലെങ്കിൽ ചില നാളുകൾക്ക് മുമ്പ് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരു കുടുംബത്തിൽ ഏതാണ്ട് 12ഓളം അംഗങ്ങൾ നഷ്ടപ്പെട്ട ഒരു സഹോദരനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ താങ്ങാൻ കഴിയുന്നതിനൊക്കെ അപ്പുറമാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. പ്രത്യേകിച്ച് ഡ്രൈവിംഗ് മേഖലയിലൊക്കെ നിൽക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുകയും യാത്രക്കാരെയൊക്കെ സുരക്ഷിതമായി എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. വീണ്ടും മറ്റൊരു വീഡിയോ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.